ഹലോ, എൻ്റെ പേര് ഷംബീൽ. ഇങ്ങനെ ചെറിയ വ്ളോഗെല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ യാത്രൻ്റെ. നമ്മളിങ്ങനെ ഫാമിലിയായിട്ട് രാവിലെ ഇറങ്ങിയതാണ്. ഒരു 4:30 ഇറങ്ങി. നേരെ വെച്ച് പിടിക്കുന്നത് വയനാട്ടിൽ പോകാൻ വെച്ചു. വയനാട്ടിൽ 2 ദിവസം ഒന്ന് കറങ്ങിയിട്ട് വൈൽഡ് ലൈഫ് സഫാരിയൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ നേരെ മുത്തങ്ങ പിടിക്കാനുള്ള പ്ലാന്. മുത്തങ്ങയിൽ ഒരു 9 മണിക്ക് എത്തണം എന്നില്ലെങ്കിൽ 9 മണിക്ക് മുന്നേ എത്താൻ വേണ്ടിയിട്ട് നോക്കുക. രാവിലെ പോയ ആനിമൽസിനൊക്കെ കാണാമല്ലോ. നമുക്കിങ്ങനെ ഓരോ കാഴ്ച കണ്ടിങ്ങനെ മുന്നോട്ട് പോകാം. കണ്ട കാഴ്ചകളൊക്കെ ഇതിലിങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക എല്ലാവരും. സഫാരി ചെയ്യാൻ വേണ്ടി പോയതാണ്. ഇത് മെയിൻ ഗേറ്റാണ് മുത്തങ്ങയിലേക്ക് കയറാനുള്ളത്. ഇവരെ ബസ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ജീപ്പും ഉണ്ട്. പക്ഷേ റേറ്റ് കുറച്ച് അധികമാണ്. പെർ ഹെഡ് 350 വരും ബസ്സിൽ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാഷ് എടുക്കില്ല, എവിടെയും ക്യാഷ് എടുക്കില്ല. എല്ലായിടത്തും ഗൂഗിൾ പേ തന്നെ ചെയ്യണം. ഇതവിടെയുള്ള കുറച്ച് ആനകളാണ്, കുങ്കി ആനകൾ. ഈ കാട്ടാനനെ പിടിക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് ഇവിടെ മറ്റേ വാച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആനകളാണ്. അവിടെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇത് അവരവിടെ കാട്ടിൽ ആനനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബസ്സിലാണ് പോയത്. ബസ് കുറച്ച് സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ആനിമൽസിനൊന്നും കണ്ടില്ല. ആകെ കുറച്ച് മാനിനെ കണ്ടത്. ഇവിടെ നമ്മൾ 2 മാനുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മാനകൂട്ടം ഉണ്ടായിരുന്നു. ഇവർ കുറച്ച് നേരം എന്തിനോ വേണ്ടിക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു.
കുറച്ച് നേരം ഇപ്പോൾ ഫൈറ്റൊക്കെ മാറി അവർ പാട്ടിന് പോകുന്നു. നമ്മളത് കണ്ടിങ്ങനെ കുറച്ച് സമയം ഇരുന്ന് അവർ പിന്നെയും ഫൈറ്റ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു, പിന്നെയും നിർത്തുന്നു, പിന്നെ അവർ കോംപ്രമൈസ് ആയിട്ട് പോയി. എന്താണെന്നറിയില്ല, രണ്ടാളും എന്തോ പിണക്കത്തിലാന്ന് തോന്നുന്നു. ഇവിടുന്ന് ഞങ്ങൾ നേരെ മുത്തങ്ങയിൽ നിന്ന് ഇറങ്ങി നേരെ ഒന്ന് ബന്ദിപ്പൂർ വഴി ഗുണ്ടൽപേട്ട് വരെ പോകാമെന്ന് വെച്ച്. ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ ഒരു യാത്ര ചെയ്ത് നോക്കാമെന്ന് വെച്ച് പോയത്. അപ്പോൾ പ്രത്യേകിച്ച് ആനിമൽസിനൊന്നും കാണാനും പറ്റിയിട്ടില്ല. ഇടയ്ക്കിടെ ഇങ്ങനെ മാനിനെ കണ്ടെന്നല്ലാതെ ഇങ്ങനെ ഓരോ ആനിമൽസ് വല്ല എലിഫൻറ്റോ മറ്റേ ടൈഗറോ സ്പോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് യാത്ര പോയതാണ്. പ്രത്യേകിച്ച് ഒന്നിനും കണ്ടിട്ടില്ല. അവിടെ ആൾക്കാർ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിന്, പക്ഷെ ഇവിടെ നിർത്തിക്കാനും ഫൈനും വരും. അത് നിർത്തിയിട്ടിട്ട് നമുക്ക് നോക്കാനും പറ്റില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴ ഉണ്ടായിട്ടില്ല, നല്ല കാഴ്ചയും ഉണ്ടായിരുന്നു. നല്ല നമ്മൾ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബൈക്കിലൊരു റൈഡിന് പറ്റിയ ഒരു പ്ലേസായിരുന്നു. നല്ല റോഡും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹമ്പില്ലോണ്ടാണ് പ്രശ്നം. ഇവരൊരു ബോർഡൊന്നും വെച്ചിട്ടില്ല, ഹമ്പുണ്ട് അതൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഹമ്പ് ഇടിക്കുമായിരുന്നു. നോർമൽ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. അത് ആനിമൽസ് ക്രോസ് ചെയ്യുന്ന ഏരിയ ട്രക്സാണ് കൂടുതൽ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ട്രക്സും പിക്കപ്പും ഒരുപാട് അതിൽ പാസ്സാകുന്നുണ്ട്. അതുകൊണ്ട് ആനിമൽസൊന്നും വരാനും സാധ്യത വളരെ കുറവാണ്. രാത്രി ഇതിൽ പോകുമ്പം ആനിമൽസിനെ നല്ലോണം സ്പോട്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് പോകുമ്പോൾ ഒന്നിനെയും കാണാൻ പറ്റിയിട്ടില്ല. നമ്മളിങ്ങനെ ഗുണ്ടൽപേട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഗുണ്ടൽപേട്ട് എത്തിയിട്ടില്ല. അതിന് മുന്നേ അവിടെ കുറേ സൺഫ്ലവറും കുറേ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. സൺഫ്ലവറിൻ്റെ ഒരുപാട് കൃഷി സ്ഥലമായിരുന്നു. നമ്മൾ കണ്ണെത്താ ദൂരത്ത് ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്ലേസിൽ പോയപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈലെത്തിയ പോലെ നല്ല രസമുണ്ടായിരുന്നു പ്ലേസ്. ഫുള്ളും ഫാമേഴ്സാണ് കൂടുതൽ. കുറേ കാളവണ്ടി കണ്ടിന്, കാളനെ കണ്ടിന്. നല്ല രസമാണ്. ചെറിയ ചെറിയ ഷോപ്പ്. ഇത് നമുക്ക് മറ്റേ ഗുണ്ടൽപേട്ട് എത്തുന്നതിന് മുന്നേ അവിടെ ഒരു സൺഫ്ലവറിൻ്റെ പാടം കണ്ടിട്ട് അവിടെ കയറിയതാണ്. അവിടെ ടിക്കറ്റ് ഫീ എല്ലാം ഉണ്ട്, ഫ്രീ അല്ല. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടാണ് വാങ്ങിയത്. ജസ്റ്റ് കണ്ട് ഫോട്ടോ എടുക്കുക, ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ രസമൊന്നുമില്ല. കുറച്ച് ഫോട്ടോ എടുക്കുക, വേറെ കാര്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. അവർ കുറച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു, അത്ര തന്നെ. പിന്നെ ചില ആൾക്കാർ വന്നിട്ട് അത് ചവിട്ടുകയും പറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ ഓണറൊന്നും പറയുന്നൊന്നും കണ്ടിട്ടില്ല. ഫോട്ടോ എടുത്താൽ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോ നല്ല രസമുണ്ടായി. നല്ല സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഫോട്ടോ അടിപൊളിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇത് ബന്ദിപ്പൂരിൻ്റെ എൻട്രൻസ് ആയിരുന്നു. അത് തിരിച്ചിങ്ങനെ വന്നുകൊണ്ടെങ്കിൽ ഫുള്ളും ട്രക്സോടില്ല വരവായിരുന്നു. ഫുള്ള് ട്രക്സ്. കുറച്ച് വണ്ടി കുറവാണെങ്കിൽ വല്ല ആനിമൽസും കാട്ടാനെ ഇങ്ങനെ ക്രോസ് ചെയ്യില്ല, റോഡ് സൈഡ് ഉണ്ടാവും. പക്ഷെ റോഡ് സൈഡ് ഫുള്ളും ഇതായിരുന്നു. ആനയുടെ പിണ്ടുണ്ടായിരുന്നു, ഒരുപാട് ഫ്രഷ് പിണ്ട് അങ്ങനത്തെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ രാവിലെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇതിൽ മാന ഒരുപാടുണ്ട്. പിന്നെ മലയണ്ണനെ കണ്ടിന്, മാനം കണ്ടിന് ഇടയ്ക്കിടയ്ക്കായിട്ട്. മാനയില്ല. ഇനി ചിലപ്പോൾ ഈ കാട്ടിലെല്ലാം ഉള്ളിലെല്ലാം ചിലപ്പോൾ കാട്ടാനെല്ലാം ഉണ്ടാവും, നമ്മൾ കാണാനായിട്ടാണ്. ടൈഗറും ഉണ്ടാവും, നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ, എവിടെ ഇങ്ങനെ സ്ലോ ആക്കുന്നില്ലല്ലോ. സ്ലോ ആക്കുമ്പോൾ ബാക്കിൽ വണ്ടി വന്നിട്ട് ഇങ്ങനെ ബാക്കിൽ തന്നെ വണ്ടി ഉണ്ടാവും, നമുക്ക് സ്ലോ ആക്കാൻ പറ്റില്ല. ഒരു മിനിമം സ്പീഡിലേ പോകാൻ പറ്റും. പിന്നെ ഈ ഫോറസ്റ്റാർ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും ഫൈൻ എടുക്കാൻ. നമ്മൾ കണ്ടിട്ടുണ്ട് 2-3 വണ്ടി നിർത്തി വെച്ചിട്ട് അവർ വന്ന് ഫൈൻ അടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ അവിടെ നിർത്തിയിട്ട്
ഇറങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. എന്തെങ്കിലും വൈൽഡ് ആനിമൽസ് വന്നിട്ട് അറ്റാക്ക് ചെയ്തതിന് നമ്മൾ ലൈഫ് തന്നെ ഇല്ലാണ്ടായി പോകും. വലിയൊരു റിസ്ക്കാണ്. പിന്നെ ഇവിടെ ഫോറസ്റ്റ് ടീമോട് നമ്മൾ ഇതിന് ഉത്തരം പറയേണ്ടിയും വരും. അതാണ് വലിയ പ്രശ്നം. നല്ല രസമായിരുന്നു. ആ ഒരു ഡ്രൈവ് അടിപൊളിയായിരുന്നു. ഇതിൽ വണ്ടി ഓടിക്കാൻ ശരിക്കും നമ്മൾ ഓപ്പൺ കാറെല്ലാം ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. ഓപ്പൺ കാറ് ക്ലൈമറ്റ് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. ചെറിയ ചൂടുണ്ടായിരുന്നു, മഴ ഉണ്ടായിട്ടില്ല. തിരിച്ച് വരുന്ന ടൈം ചെറിയൊരു മഴ കിട്ടി എന്നല്ലാതെ വേറെ മഴയായിട്ട് കൂടുതലായിട്ടൊന്നും ഉണ്ടായില്ല. മഴക്കാറുണ്ടായിരുന്നു, നല്ല ക്ലൗഡ്സ് നോക്കിയാൽ മനസ്സിലാവും നല്ല മഴക്കാറുണ്ടായിരുന്നു. പക്ഷെ മഴ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പാറിയിട്ട് പോയി. നല്ല രസമാണ് ഈ ഒരു കുറേ മരങ്ങളും പലതരം മരങ്ങളും ഇങ്ങനെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഏകദേശം ഇറങ്ങാനാകുമ്പോൾ ഇവിടെ ഒരു കാട്ടാനനെ കണ്ടിട്ട് അവിടെ ഒറ്റയാന അവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര മറ്റേ ഗൗരവത്തിലല്ല, ദേഷ്യം പിടിച്ചിട്ട് നിൽക്കുന്നതോ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ. പിന്നെ കുറേ ആൾക്കാർ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് നോക്കി. പിന്നെ നമ്മൾ നേരെ തിരിച്ച് നമ്മളെ റിസോർട്ടിലേക്ക് ഇങ്ങനെ യാത്രയിലായിരുന്നു. അവിടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ മഴയും കിട്ടി, കുറച്ച് നല്ല ഒരു തണുപ്പുമായി. അപ്പോൾ പിന്നെ നേരെ റിസോർട്ടിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്നിട്ട് നാളെ ഇനി വേറെ സ്ഥലങ്ങൾ കാണാൻ പോകണം. പിന്നെ വേറെ വീഡിയോയിൽ കാണാം. ഓക്കെ.